ബിജെപി തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിൽ വ്യാജ ബില്ല് നിർമ്മിച്ചതിനെതിരെ പോലീസിൽ പരാതി. വാമനപുരം സ്വദേശി പ്രമദചന്ദ്രനാണ് പരാതി നൽകിയത്. ഇതാണ് നമ്മൾ ഈ ബില്ല് ഇങ്ങനെ എഴുതിയാണ് കൊടുക്കാറുള്ളത്. കണ്ട ബില്ലെന്ന് പറഞ്ഞാൽ അത് വ്യാജ ബില്ലാണ്. വ്യാജമായി സൃഷ്ടിച്ച് നമ്മുടെ അഡ്രസ്സ് പോലും അല്ല. ഏജൻസി തിരുവനന്തപുരം എന്നാണ് വെച്ചിരിക്കുന്നത്. നമുക്കുള്ള തന്നെ ഏജൻസി കണിച്ചോട് വാമനപുരം. അബദ്ധവശാൽ ഈ അവരുടെ GST നമ്പർ മാത്രം കറക്റ്റ് ആയിട്ടുണ്ട്. മൊബൈൽ നമ്പരും തെറ്റാണ്. വ്യാജ ബില്ല് തന്നെയാണ്. കാരണം ബില്ല് കാണുമ്പോഴത്തേക്ക് അറിയാം അത് വ്യാജം. ഞാനത് നമ്മൾ പരാതി കൊടുക്കാൻ പോകുന്നു. അല്ല, ഈ പ്രമദചന്ദ്രൻ BJP അനുഭാവിയാണോ? എന്താണ് ഈ പരാതിക്ക് പിന്നിൽ? നിലവിൽ പരാതി നൽകിയിരിക്കുന്ന വാമനപുരം സ്വദേശി പ്രമദചന്ദ്രൻ BJP അനുഭാവിയാണ്. നമസ്കാരമുണ്ട്. ഇന്നത്തെ വിഷയം അടിപൊളിയാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ കേന്ദ്രം ഭരിക്കുന്ന BJP ഇല്ലേ, അതിൻ്റെ കേരള ഘടകമുണ്ടല്ലോ, അവർക്ക് ഓരോ തെരഞ്ഞെടുപ്പും ഓരോ ചാകരയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മൾ ഓർക്കുന്നുണ്ടാവും ഈ കൊടകര കുഴൽപ്പണ കേസില്ലേ, ഒരു 3.5 കോടി രൂപ ഈ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് അത് കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് കൊടകരയിൽ വെച്ച് ആരോ ആ വണ്ടി ആക്രമിക്കുകയും കൊള്ളയടിക്കുകയൊക്കെ ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. പോലീസ് അന്വേഷിച്ച് പോയി എത്തിയപ്പോൾ അത് BJPക്കുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നുവെന്നും അതാണ് ആക്രമിക്കപ്പെട്ട് കൊള്ളയടിച്ച് പോയതെന്നൊക്കെയാണ് പോലീസ് കണ്ടെത്തിയത്. അവരത് ED ഏൽപ്പിച്ചു. ED പിന്നെ അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാലോ, അവിടെ കേന്ദ്രം ഭരിക്കുന്നത് BJPക്ക് ആയതുകൊണ്ട് അങ്ങ് വെളുപ്പിച്ചു കൊടുത്തു. അതൊരു വിധത്തിലും BJPയുടെ ഫണ്ടല്ലായിരുന്നുവെന്നും ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ വ്യവസായ ആവശ്യത്തിന് വേണ്ടി സ്വകാര്യമായി കൊണ്ടുപോകുന്ന പണമാണ് തട്ടിച്ചതെന്നും പറയുന്നു. അതിൻ്റെ മുഴുവൻ ഫണ്ടൊന്നും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല കേട്ടോ. അത് കാലം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിതാ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. എൻ്റെ അമ്മോ, ഇപ്പോൾ പുറത്തു വരുന്ന പുകിലുകളൊക്കെ കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന അവസ്ഥയാണ് കേട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നണ അറിയോ? ഒരു സിനിമാ രംഗമുണ്ട്, മോഹൻലാലും ഇന്നസെന്റും കൂടി ഉള്ളത്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. ഇതിൽ മോഹൻലാൽ എന്ന കഥാപാത്രം പറയുന്നിടത്ത് ഞാൻ എന്നുള്ളിടത്ത് കേരള BJP എന്നാക്കിയാൽ മതി. ഇന്നസെന്റ് പറയുന്ന പോലെ നമുക്ക് ഇതൊന്നും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയാണല്ലോ BJP. ഇനി കേരളത്തിൽ ഈ 2 മുന്നണികളും കഴിഞ്ഞാൽ അടുത്ത് ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവർ പ്രതീക്ഷിക്കുകയും ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ വിത്തിന് 3 പേര് അസംബ്ലിയിൽ ഒന്നിലധികം, പണ്ട് രാജഗോപാൽ സാർ വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ 3 പേര് ജയിച്ചു വന്ന ഒരു 2026 തെരഞ്ഞെടുപ്പും കൂടെയാണ്. അപ്പോൾ ഈ 3 എന്നുള്ളത് 100 ആക്കാനൊക്കെ പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ അവസ്ഥയാണ് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകൂട്ടോ. ഇതൊക്കെ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ആ വാർത്തകൾ ഇതിങ്ങനെയാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. കേരളത്തിലെ BJP സംസ്ഥാന ഘടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അനുവദിച്ച ഫണ്ട് വിനിയോഗത്തിൽ കോടികളുടെ സാമ്പത്തിക തിരിമറി നടന്നെന്ന ആരോപണങ്ങളാണ് ഈ വിവാദത്തിനൊക്കെ ആധാരം. കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടിൽ വൻ ക്രമക്കേടുകൾ നടന്നതായി സെൻട്രൽ ഓഡിറ്റിംഗ് വിഭാഗം കണ്ടെത്തിയെന്നൊക്കെ ഈ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ അത് അവർ നിഷേധിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതെങ്ങനെയൊക്കെയാണ് നടത്തിയറിയോ? കുടി നിർമ്മാണത്തിൽ കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകുന്ന പ്രചരണ കൊടികളുടെ പേരിൽ വ്യാജമായി പണം എഴുതി വാങ്ങിയെന്നും കൊടി നിർമ്മിക്കാൻ സ്വകാര്യ ഏജൻസി വഴി നൽകിയ കരാറിലൂടെ വലിയ തുക കമ്മീഷൻ പറ്റിയെന്നും ആരോപണമുണ്ട്. അതിനിടയിലാണ് ഒരു കടയിൽ നിന്ന് കൊടി വാങ്ങി എന്ന് പറഞ്ഞൊരു ഡ്യൂപ്ലിക്കേറ്റ് ബില്ലിൻ്റെ വാർത്ത കൂടി ഇപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടത്. ഇനി മറ്റൊന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഹെലികോപ്റ്റർ വാഹന വാടക തട്ടിപ്പ്. പ്രചരണത്തിനായി ഹെലികോപ്റ്ററുകളും കാറുകളും വാടകയ്ക്കെടുത്തതിൽ വ്യാജ ട്രിപ്പ് ഷീറ്റുകൾ ഉണ്ടാക്കി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായും ആരോപണമുണ്ട്. കരാർ പ്രകാരം ഹെലികോപ്റ്ററുകൾ നിശ്ചിത മണിക്കൂറുകൾ പറന്നില്ലെങ്കിലും മുഴുവൻ തുകയും വകമാറ്റി ചെലവഴിച്ചു അത്രേ. ഇനി തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്ത ചില സംസ്ഥാന ജില്ലാ നേതാക്കൾ ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്നും ചില വാർത്തകൾ ബാങ്ക് വായ്പകൾ അടച്ചു തീർക്കാൻ ഉപയോഗിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിൻ്റെ സത്യം നമുക്കറിയില്ല കേട്ടോ. ഇവിടെ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം ചോദിക്കുന്ന പോലെ എന്താണോ നമ്മുടെ കേരളത്തിലെ BJP ഇങ്ങനെയായി പോയത്? അപ്പോൾ എത്ര ആലോചിച്ചിട്ട് നമുക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മുടെ പാവപ്പെട്ട ജനം ഇതാലോചിച്ച് എന്തു പറയാനാണ്? ഇതിന് ആരോട് മറുപടി പറയാനാണ്? എന്താ ഈ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കോടികളുടെ ഫണ്ട് വെട്ടിപ്പിൻ്റെ കഥകളുമായി പുറത്തു വരുന്നത്? നമുക്കൊന്നും പറയാനില്ല. ശരണം എന്നല്ലാണ്ട് എന്താ പറയുക?
അവർക്ക് സൽബുദ്ധി ഉദിക്കട്ടെ. കേന്ദ്രത്തിൽ അധികാരമുണ്ടെന്ന് വെച്ച് അവിടെ നിന്ന് ഇഷ്ടംപോലെ പണം വരുന്നുണ്ടെന്ന് വെച്ച് ഇവിടെ ഈ വിധം ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത് ഭൂഷണമാണോ എന്ന് ആ രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കട്ടെ. അവർ ഇവിടെ കേരളത്തിൽ ഭരണം പിടിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിക്ക് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ജനം അവരുടെ കൂടെ നിൽക്കുമോ എന്ന് അവർ ആലോചിക്കേണ്ടതുണ്ടല്ലോ. അത് അവർ തീരുമാനിക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.